പ്രവാസികളിൽ നിന്ന് 100 കോടിയോളം രൂപ നിക്ഷേപത്തിന്റെ പേരിൽ തട്ടിയതായാണ് പരാതി. മലയാളി ക്ഷേമനിധി, മലയാളം ബെനിഫിറ്റ് ഫണ്ട് തുടങ്ങി 10ഓളം കമ്പനികളാണ് പ്രവാസി സിൻഡിക്കേറ്റ് എന്ന കമ്പനിയുടെ കീഴിൽ വിവിധ ബ്രാഞ്ചുകളിലായി പ്രവർത്തിച്ചു വരുന്നത്. കമ്പനി 2018 ശേഷം ലൈസൻസ് പോലും പുതുക്കാതെയാണ് പ്രവർത്തിച്ചു വരുന്നതെന്നും നിക്ഷേപകർ ആരോപിച്ചു. ഗൾഫില് നമ്മൾ സമ്പാദിച്ച പൈസ മുഴുവൻ ഇവിടെയാണ് കിടക്കുന്നത്. എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 42 ലക്ഷം രൂപ ഉണ്ട് ഇവിടെ. നമ്മൾ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ സംഭരിച്ച പൈസയാണ്. ഇവിടെ വന്നപ്പോൾ ഇത് ലൈസൻസ് വരെ റിന്യൂ ചെയ്തിട്ട് വർഷങ്ങളായി. അതിനുശേഷം ഇത് ലൈസൻസ് ഇല്ലാത്ത കമ്പനി അതിനുശേഷം നമ്മളിത് 2021 വരെ ഡെപ്പോസിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്നില്ല. ഇത് നമ്മൾ അവിടെ റിന്യൂ ചെയ്തിട്ട് സാധനം ഇത് പിന്നെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ഈ കമ്പനിയുടെ അവസ്ഥ, ലൈസൻസ് റിന്യൂ ചെയ്തിട്ടില്ല എന്നുള്ള വിവരമൊക്കെ നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. 700-ലേറെ പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 100ഓളം പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ CPM നേതാക്കളുടെ ഭരണസ്വാധീനം മൂലം കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന പരാതിയുമുണ്ട്. ED, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ വിഷയം അന്വേഷിക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. സീ മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.